കഥയിൽ പോലും ഇത്ര ട്വിസ്റ്റുകൾ കാണില്ല. അതുപോലെയാണ് അമ്മ എന്ന സംഘടനയിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ. ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ. ഒരു ഭാഗത്ത് സാമ്പത്തിക ക്രമക്കേട്, മറ്റൊരു ഭാഗത്ത് അധികാര പോരാട്ടം, അതിനിടയിൽ വർഗീയ ആരോപണങ്ങൾ, ഭീഷണികൾ. കേൾക്കുമ്പോൾ തന്നെ അടുത്ത എപ്പിസോഡിൽ എന്തായിരിക്കുമെന്ന് ആളുകൾ കാത്തിരിക്കുന്ന അവസ്ഥയാണ്. ചുരുക്കി പറഞ്ഞാൽ മലയാള സിനിമയിലെ താരസംഘടനയായ അമ്മ വീണ്ടും വലിയ വിവാദങ്ങളുടെ നടുവിലാണ്. ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നടി അൻസിബ ഹസൻ. അൻസിബ പറയുന്നത് ഒരുപാട് ആഗ്രഹത്തോടെയും പ്രതീക്ഷയോടുമാണ് താൻ അമ്മ എന്ന സംഘടനയിലേക്ക് വന്നതെന്നാണ്. സിനിമയിലെ ആളുകൾ പരസ്പരം സഹായിക്കുകയും ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുന്ന ഒരു വേദി എന്ന നിലയിലാണ് സംഘടനയെ കണ്ടത്. പക്ഷേ പിന്നീട് നടന്ന സംഭവങ്ങൾ അങ്ങനെയായിരുന്നില്ല എന്നാണ് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏറ്റവും പ്രധാനമായി അൻസിബ പറയുന്നത് മോഹൻലാൽ പ്രസിഡന്റ് ആയിരുന്ന കമ്മിറ്റിയെ കുറിച്ചാണ്. പല വിവാദങ്ങളും ആ കമ്മിറ്റിയെ ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുണ്ടെങ്കിലും സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ ആ കമ്മിറ്റി രാജിവെച്ചതല്ലെന്നാണ് അൻസിബ പറയുന്നത്. പുറത്തുണ്ടായ ചില വലിയ വിവാദങ്ങളും സംഘടന നേരിട്ട സമ്മർദ്ദങ്ങളുമാണ് രാജിയിലേക്ക് നയിച്ചതെന്നാണ് അൻസിബയുടെ വിശദീകരണം. ആ കമ്മിറ്റി പിരിഞ്ഞപ്പോൾ സംഘടന എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ആശങ്ക ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചതെന്നും അവർ പറയുന്നു. എന്നാൽ അതേസമയം ശ്വേതാ മേനോൻ നേതൃത്വം നൽകിയ കമ്മിറ്റിക്കെതിരെ അൻസിബ ഉയർത്തുന്ന ആരോപണം വളരെ ഗൗരവമുള്ളതാണ്. അവിടെ സാമ്പത്തിക ക്രമക്കേട് ഉണ്ടായിരുന്നുവെന്നാണ് ആരോപണം. അതുകൊണ്ടാണ് ആ കമ്മിറ്റിയെ അഡ്ഹോക് കമ്മിറ്റിയാക്കി തുടരാത്തതെന്നും അവർ പറയുന്നു. ഈ വിഷയത്തിൽ നടി മാലാ പാർവതിക്കും ഇതേ അഭിപ്രായമാണ്. അമ്മ സംഘടനയ്ക്കുള്ളിൽ വർഗീയ രാഷ്ട്രീയം നടക്കുന്നുണ്ടെന്നാണ് മാലാ പാർവതിയുടെ മറ്റൊരു ആരോപണം. അൻസിബ എന്ന മുസ്ലിം പേരുള്ള വ്യക്തിയെ വർഗീയമായി ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നാണ് അവർ പറയുന്നത്. ഒരു കലാകാര സംഘടനയെ നയിക്കേണ്ടത് ആളുകളെ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ വിഭജിക്കുന്നവരല്ലെന്നും മാലാ പാർവതി ചൂണ്ടിക്കാട്ടുന്നു. അതോടൊപ്പം ശ്വേതാ മേനോനെതിരെയും അവർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. സത്യം തുറന്നു പറഞ്ഞാൽ സിനിമാ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകില്ലെന്നാണ് ശ്വേതാ മേനോൻ ഭീഷണിപ്പെടുത്തിയതെന്നാണ് മാലാ പാർവതി പറയുന്നത്. ഇക്കാര്യങ്ങളൊക്കെ ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. അൻസിബ ഹസൻ, മാലാ പാർവതി, ഉഷ ഹസീന തുടങ്ങിയ നടികളുടെ നേതൃത്വത്തിൽ നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഈ തുറന്നു പറച്ചിലുകളൊക്കെയും. സ്ത്രീകൾ നേതൃത്വത്തിലേക്ക് വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആളുകളിൽ ഒരാളാണ് താനെന്നാണ് ഉഷ ഹസീന പറയുന്നത്. എന്നാൽ ഇപ്പോൾ സംഘടനയിൽ നടക്കുന്നത് അധികാരമോഹവും ഈഗോ പോരാട്ടവും പരസ്പരം ചളിവാരി എറിയലുമാണെന്നാണ് അവരുടെ വിമർശനം. ശരിക്കും പറഞ്ഞാൽ അമ്മ എന്ന സംഘടനയിൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് ആ സംഘടനയിൽ ഉള്ളവർക്ക് പോലും അറിയാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ഇപ്പോൾ മലയാള സിനിമയിൽ നൂറുകണക്കിന് കലാകാരന്മാരുടെ പ്രതീക്ഷകളും വിശ്വാസവും കൂടിച്ചേർന്ന ഒരു സംഘടന. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ കാണുമ്പോൾ സംഘടനയെക്കുറിച്ചുള്ള ചർച്ചകളേക്കാൾ സംഘടനയ്ക്കുള്ളിലെ തർക്കങ്ങളാണ് കൂടുതൽ കേൾക്കുന്നത്. സാമ്പത്തിക ക്രമക്കേട്, അധികാര പോരാട്ടം, വർഗീയ ആരോപണങ്ങൾ, ഭീഷണികൾ, അങ്ങനെ പലതും. ഇതിൽ ആരുടെ വാദമാണ് ശരിയെന്ന് തീരുമാനിക്കേണ്ടത് ബന്ധപ്പെട്ടവരും നിയമവും തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ വിവാദങ്ങൾക്കൊക്കെ വ്യക്തമായ മറുപടി ലഭിക്കാത്തിടത്തോളം അമ്മ എന്ന സംഘടനയ്ക്ക് മുകളിലുള്ള ചോദ്യങ്ങൾ അവസാനിക്കുകയില്ല.